ഗ്രീസിലെ ഒരു അതിമനോഹരമായ വളരെ ക്വയറ്റ്, ക്വൈന്റ്, ലേഡ് ബാക്ക് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ക്രീറ്റ്. നമസ്കാരം, ഞാൻ അർച്ചന ശങ്കർ. ഞാനൊരു ഡിസൈനർ, സ്റ്റൈലിസ്റ്റ്, ഇമേജ് കൺസൾട്ടൻ്റ് ആണ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ ഇന്ന് എന്നെ ജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഗ്രീസ് ഒന്ന് ഫുള്ളായിട്ട് കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് റൈറ്റ് അവേ. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. സോ ലെറ്റ്സ് പ്ലഞ്ച് റൈറ്റ് ഇൻ. നമ്മൾ ഗ്രീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഓൾറെഡി ഞാൻ 2 എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതിവിടെ പോയി കാണാം. അത് ആഥൻസും സാന്റോറിനി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡ്സ് ആണ്. ഇന്ന് ചെയ്യാൻ പോണത് ക്രീത്തിനെ കുറിച്ചാണ്. അപ്പോൾ ക്രീത്ത് ഒരു വളരെ വലിയൊരു ഐലൻഡാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ എനിക്ക് കൂടുതൽ പറഞ്ഞ് അതിൻ്റെ രസം കളയണ്ട. അപ്പോൾ ഇതൊരു ട്രാവലോഗ് കം ലുക്ക് ബുക്കാണ്. ഞാൻ അവിടെ പോയ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ അവിടെ ഇട്ടിരുന്ന എല്ലാ ലുക്സും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷൻ ഒരു എപ്പിസോഡാണിത്. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. സാന്റോറിനിയിൽ നിന്ന് ക്രീത്തിലേക്ക് പോയത് ഞങ്ങളൊരു ഫെറി എടുത്തിട്ടാണ്. അപ്പോൾ ഈ ഫെറി എടുക്കാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ സ്റ്റേഷനിൽ പോയിരുന്നു. അതിൻ്റെ പരിസരമൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഫെറി എന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊരു ചെറിയൊരു ബോട്ട് പോലത്തെ ഒരു സംഭവമായിരിക്കുന്നു. പക്ഷെ അതൊരു മിനി ഷിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഭംഗിയും അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്ക് ഫുഡും ഡ്രിങ്ക്സും കൗണ്ടേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു അതിൻ്റെ അകം. കുറച്ചു നേരം അകത്തിരുന്നതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഡെക്കിലേക്ക് പോയി. അവിടെ കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ ഭയങ്കര രസമായിരുന്നു അവിടെ നിൽക്കാൻ. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് ഈ അജിയൻ സീ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. നല്ല ഡീപ് ബ്ലൂ കളറായിരുന്നു സീൻ. ഓൾമോസ്റ്റ് ഒരു 2 hours എടുത്തിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്താൻ. അത് ഹെറാക്ലിയോൺ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. ഹെറാക്ലിയോൺ എത്തിയ ശേഷം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ബാലി എന്ന് പറഞ്ഞൊരു സീസൈഡ് വില്ലേജ് ആയിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രിട്ടി ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു. അവിടെ ഫസ്റ്റ് ഡേ ഞാൻ ഇടാൻ തീരുമാനിച്ചത് ഒരു നല്ല കളർഫുൾ വേസ്റ്റ് കോട്ടും ഒരു ഗ്രേ സിംഗ്ലറ്റും ഒരു ഡെനിം സ്കേർട്ടുമായിരുന്നു. ആദ്യ ദിവസം ഞങ്ങൾ അതിൻ്റെ പരിസരവും ഞങ്ങൾ താമസിച്ചിരുന്നതിൻ്റെ ആ ഹോട്ടലിൻ്റെ ഫുൾ പരിസരമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. നല്ല ഭംഗിയുള്ള ഒരു ബുട്ടീക്ക് ഹോട്ടലായിരുന്നു. അതിൻ്റെ ഡെക്കോർ എന്ന് പറഞ്ഞാൽ അതിമനോഹരവും വളരെ ബീച്ചി ആയിട്ടുള്ള ഫീലിലാണ് ചെയ്തിരിക്കുന്നത്. അത് മുഴുവൻ കയറ് വെച്ചും ഫുള്ള് ബാംബു വെച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിലാണ് അത് ഫുള്ള് ചെയ്തിരുന്നത്. ഇവിടെ ഞങ്ങൾ താമസിച്ചത് ബീച്ചിന്റെ ബാങ്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു. പിന്നെ അതൊരു പ്രോമിനേഡാണ്. അതായത് ഫുള്ള് ഇതുപോലത്തെ ബീച്ച് ഹോട്ടൽസും കഫേസും ബുട്ടീക്സും ഒക്കെ ലൈൻഡ് അപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് പോലെയാണ് അതിരിക്കുന്നത്. സീ ആ സമയത്ത് നല്ല ഭയങ്കര തണുപ്പായിരുന്നു, ഫ്രീസിങ് കോൾഡായിരുന്നു കടല്. പക്ഷെ എങ്കിലും ഞങ്ങൾ ഇറങ്ങി അതിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ട്രെയിൻ എടുത്തു അവിടുന്ന്. ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ടോയ് ട്രെയിൻ പോലെ ഇരിക്കും. വളരെ കോസി ആയിട്ടുള്ളൊരു ട്രെയിനാണ്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാലി വില്ലേജ് മുഴുവൻ ഇത് ചുറ്റിക്കറങ്ങി കൊണ്ടുപോകും നമ്മളെ. വളരെ സ്ലോ ആയിട്ടാണ് ഈ ട്രെയിൻ യാത്ര. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിനുള്ള വളരെ ഭംഗിയുള്ള വില്ലേജ് നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും. അപ്പൊ ചുറ്റിനും ഫുൾ വളരെ ഗ്രീനും വളരെ ഒരുപാട് മലകളും കുന്നുകളും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഹില്ലി ടെറൈനാണ് ഇത് മുഴുവൻ. അപ്പൊ ഈ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്യും, പിന്നെയും പോവും. അങ്ങനെ അത് പോയി കുറേ ദൂരം പോയതിന് ശേഷം ഫുൾ കറങ്ങി ഒരു ഫൈനൽ ഒരു സ്റ്റോപ്പിൽ നിർത്തി. പിന്നെ അവിടെ നിന്ന് നമുക്ക് അവിടെ ഇറങ്ങി വേണമെങ്കിൽ നടക്കാം. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ട്രെയിൻ കുറച്ച് കഴിയുമ്പോൾ വരും, അതിൽ കയറി നമുക്ക് തിരിച്ച് വരാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ടോയ് ട്രെയിൻ യാത്ര.
ദിവസം ഞാൻ ഇട്ടിരുന്നത് സാരയിൽ നിന്നുള്ള ഒരു നിറ്റഡ് ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇതൊരു ലോങ് ഡ്രസ്സ്, പക്ഷെ നിറ്റഡ് ആയതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ കൂടെ ഒരു റെഡ് സ്കാർഫും പിന്നെ ഒരു ബെറേ, ഒരു പീക്ക് ബെറയുമാണ് ഇതിന്റെ കൂടെ ഞാൻ ഇട്ടിരുന്നത്. ഞങ്ങൾ അന്ന് അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്, റെത്തിന്നോ എന്ന് പറഞ്ഞൊരു ടൗൺ. ഈ ടൗണിലേക്ക് ഒരു അരമണിക്കൂർ ബസ് യാത്രയാണ്. അപ്പൊ അങ്ങോട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. ഈ റത്തിന്നോ ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ ഏകദേശം ഇടയ്ക്ക് വരുന്ന ഒരു സംഭവമാണ്. ഭയങ്കര ഒരു ലേറ്റ് ബാക്ക് ആയിട്ടുള്ള ഒരു ടൗൺ ആണ്. അധികം കുറേ ആൾക്കാരൊന്നുമില്ല, പക്ഷെ നല്ല രസമാണ് അവിടെ കൂടെ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യാനായിട്ട്. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഒരു ഫോർട്ടേസ കാസിലാണ് മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സിറ്റഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇവിടെ മെയിൻ അട്രാക്ഷൻ. അപ്പൊ അതൊരു ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫോർട്ടാണ്. അപ്പൊ അതിന്റെ ചുറ്റിനും അവിടെയൊക്കെ നടന്ന് നമുക്ക് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ എല്ലാം ഇങ്ങനെ വളരെ ലേറ്റ് ബാക്ക് ആയിട്ടുള്ള സൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നിറച്ചും കാക്ടസും കുറെ ചെടികളും ഒക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര സണ്ണി ആയിരുന്നു, പക്ഷെ എങ്കിലും നല്ല രസമാണ്, കാരണം ഭയങ്കര വെതർ നല്ല രസമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ, വളരെ ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടുമല്ലോ. ഞങ്ങൾ റോഡിന്റെ സൈഡിലുള്ള ഫുട്പാത്തിലൂടെ കുറേ ഫുൾ ഈ ഫോർട്ടിന്റെ ചുറ്റും ഇങ്ങനെ നമുക്ക് നടക്കാം. അപ്പോൾ അതിങ്ങനെ കുറേ നടന്നിങ്ങനെ നമുക്ക് കാണാം. ഫോർട്ടും ഫുള്ള് കാണാൻ പറ്റും. അതുപോലെ അതിന്റെ സൈഡിൽ തന്നെ നേരെ സീ ആണ്. ഈ നല്ല ആ സീന്റെ സൈറ്റ്സും ഫുൾ ആ കംപ്ലീറ്റ് റീഫും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഫുള്ളി ഒരു റോക്കി ആയിട്ടുള്ള ടെറൈൻ ആണ് ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മാർക്കറ്റ് പ്ലേസിലേക്ക് പോയി. ഒരു ചെറിയൊരു മാർക്കറ്റ്, കുറേ ചെറിയ ചെറിയ ബുട്ടീക്ക് ഹോട്ടൽസും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് നല്ല രസമായിരുന്നു. അതിൽ കൂടെ ഇതുപോലെ നടക്കാൻ പല പല ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്സും എക്സ്പീരിയൻസും ഒക്കെ. അപ്പോൾ അതൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് കുറേ അവിടെ ഇങ്ങനെ നടന്നു. ഞാൻ ആസ് യൂഷ്വൽ ഫാബ്രിക്സിൻ്റെയും ക്രാഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ, എനിക്ക് എവിടെ ചെന്നാലും ഇതൊക്കെ കാണുന്നത് ഭയങ്കര കൗതുകമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു നല്ലൊരു ആലിയിലേക്ക് കയറി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ ബൊഗെയിൻവില്ല ലെയ്ഡൻ ആയിട്ടുള്ള ഒരു ആലി. അവിടെ നിറച്ചും ഗ്രാഫിറ്റി കാണുന്നുണ്ടായിരുന്നു. തേർഡ് ഡേ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ജീൻസും ഒരു ടാങ്ക് ടോപ്സും ആണ് ബേസിക്കലി. പക്ഷെ അതിന്റെ പുറത്ത് ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ഞാൻ ആത്തൻസിൽ നിന്ന് തന്നെ പിക്കപ്പ് ചെയ്തതാണ്. അത് കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര പ്രിറ്റി ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലേസിലാണ് ആ ജാക്കറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്തിന്റെ പുറത്തും ഒരു ജാക്കറ്റ് പോലെ ഇടാം. ഡ്രസ്സിന്റെ പുറത്തോ അല്ലെങ്കിൽ ജീൻസിന്റെ പുറത്തോ എന്തിന്റെ പുറത്ത് ഇട്ടാലും അത് സൂട്ട് ചെയ്യും. ഞങ്ങൾ ആ തേർഡ് ഡേ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ഞങ്ങളുടെ തന്നെ ഹോട്ടലിന്റെ പുറത്ത് ആ ബീച്ച് കുറെ ഞങ്ങൾ എൻജോയ് ചെയ്തു. കുറെ നേരം ബീച്ചിൽ ചെലവഴിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ പരിസരങ്ങളൊക്കെ നടന്നു. അവിടെ ഇങ്ങനെ കുറച്ച് കയറ്റം പോലെ ക്ലിഫും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ കയറി അവിടെയുള്ള എല്ലാ സൈറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സെറ്റിംഗ്, ഒരുപാട് പൂക്കളും ചെടികളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് കുറേ നേരം ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾ ഫൈനലി ലഞ്ച് കഴിക്കാനായിട്ട് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലൗഞ്ച് റെസ്റ്റോറൻറ്റ് മാംബോസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ ഞങ്ങൾ ഗ്രീക്ക് ഫുഡും ഗ്രീക്ക് സാലഡ്സും അതൊക്കെ കുറെ കഴിച്ചു, നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങളവിടെ വളരെ ഒരു ലേസി ആഫ്റ്റർനൂൺ അവിടെ ചെലവഴിച്ചു. അവിടെ പാട്ടൊക്കെ കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഒരു നല്ലൊരു ഫൈനൽ ഡേ ആയിരുന്നു ക്രീത്തിൽ.
Choco. It's also pretty. ക്രീത്തിൽ ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ലുക്ക് ബുക്കും നിങ്ങൾ കണ്ടു. എല്ലാവർക്കും ആ ലുക്സും സ്ഥലങ്ങളും ഒക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് 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 സബ്സ്ക്രൈബ് റൈറ്റ് അവേ. അതുപോലെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് അമർത്തണം. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഒരു അടിപൊളി എപ്പിസോഡും കൂടി ഗ്രീസിനെ പറ്റിയുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ഒരു സീക്രട്ട് ആണ്, ഒരു ബിഗ് സർപ്രൈസ് ആണ്. സോ സ്റ്റേ ട്യൂൺഡ്. Till then, signing off, Archana Shankar.